ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും നമ്മെ തിരഞ്ഞെടുത്ത് കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവിനോട് ചേർത്ത് നമ്മെ രാവിലും പകലിലും കരുതുന്ന, നമ്മെ മാനിക്കുന്ന ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കൃപയുടെയും ശക്തിയുടെയും പ്രത്യേക ദാനം ഇന്ന് ആവശ്യം എന്നതാണ്. ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. 2 തെസ്സലോനിക്കരുടെ പുസ്തകം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവൻ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. ആമേൻ. നന്മയും തിന്മയും തമ്മിലുള്ള വൻ പോരാട്ടം അതിഭയങ്കരമായി നടക്കുന്ന കാലത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സഭയുടെ ആദ്യ കാലഘട്ടം നാം ഒന്ന് എടുത്തു നോക്കിയാൽ അന്നു മുതൽ ക്രിസ്തീയ സഭയ്ക്കെതിരെയുള്ള സാത്താന്റെ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. കാരണം തനിക്ക് അല്പകാലം മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ എന്ന തിരിച്ചറിവിനാലുള്ള മഹാക്രോധത്തോടെ നമുക്കിടയിൽ ഊടാടി നടക്കുന്നുണ്ട് സാത്താൻ. അവന്റെ സൈന്യത്തിലേക്ക് ആളെ കൂട്ടുവാനായി നമ്മെ നോക്കിക്കൊണ്ട് ഊടാടി നടക്കുകയാണ് സാത്താൻ. ദൈവദൂതന്മാരുടെ ഇടയിൽ ഏറ്റവും ഉന്നതനായിരുന്നവനാണ് സാത്താൻ. എന്നാൽ സാത്താന്റെ കുശാഗ്ര ബുദ്ധിയുടെ ബഹുത്വത്താൽ 60,000 വർഷങ്ങളായി വഞ്ചനയുടെയും നശീകരണത്തിന്റെയും വേലയിൽ പൂർണ്ണമായിട്ടും ഇന്ന് സാത്താൻ ഏർപ്പെട്ടിരിക്കുകയാണ്. അവന്റെ ആ സൈന്യത്തിലേക്ക് ആളുകളെ ചേർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. സകല കുതന്ത്രങ്ങളും കുശാഗ്ര ബുദ്ധിയും എല്ലാവിധ ക്രൂരതകളും സാത്താൻ ദൈവജനത്തിനെതിരെയുള്ള അന്തിമ പോരാട്ടത്തിൽ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താന്റെ ഇഷ്ടം അല്ലെങ്കിൽ സാത്താന്റെ ആഗ്രഹം നാം ഒരാൾ പോലും ദൈവത്തെ സ്നേഹിക്കരുത് എന്നാണ്. പകരം നാം ദൈവത്തെ ഭയക്കുകയും വെറുക്കുകയും ചെയ്യണം എന്നതാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് പകരമായി നാം ദൈവത്തെ ഒരു തവണയെങ്കിലും നമസ്കരിച്ച് സേവിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. നാം ദൈവകൽപ്പനകൾ പ്രമാണിക്കേണ്ടതില്ല. ദൈവകൽപ്പനകളുടെ നിയന്ത്രണമില്ലാതെ സ്വതന്ത്രമായി ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അതിന് നമുക്ക് കഴിയും എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങളാണ് സാത്താൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ അവസരത്തിലാണ് തിരുവചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും സാത്താന്റെ പ്രവർത്തനം എന്നത്. എന്തുകൊണ്ട് നമ്മളെ ആകർഷിക്കുവാൻ സാത്താൻ ശ്രമിക്കുന്നു? തിരുവചനം പറയുന്നു, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാത്തത് കൊണ്ട്. നമ്മൾ ദൈവത്തെ അനുസരിച്ച് സത്യത്തെ സ്നേഹിച്ച് സത്യത്തെ കൈക്കൊള്ളാതെയായാൽ സാത്താൻ നമ്മളെ ആകർഷിക്കും. അവന്റെ സൈന്യത്തിലേക്ക് നമ്മളെ ചേർക്കപ്പെടും. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം കാണുന്ന ഈ അന്തിമ പോരാട്ടത്തിൽ വീഴാതെ നിൽക്കേണ്ടതിന്, സാത്താനോട് എതിർത്ത് നിൽക്കേണ്ടതിന് നാം സത്യത്തെ സ്നേഹിക്കണം. യേശു ക്രിസ്തുവാകുന്ന സത്യത്തെ, സത്യവചനത്തെ കൈക്കൊണ്ട് രക്ഷിക്കപ്പെടുന്നവരായി മാറണമെങ്കിൽ നമുക്ക് അപ്പോസ്തലിക കാലത്തെ എന്ന പോലെ ഒട്ടും കുറവല്ലാത്ത ദിവ്യ കൃപയും ദിവ്യ ശക്തിയും ആവശ്യമുണ്ട്. ദിവ്യ ന്യായ പ്രമാണത്തെ ഒഴിവാക്കുന്നവരായി മാറാതെ ദിവ്യ ന്യായ പ്രമാണത്തിന് കീഴടങ്ങി ദൈവത്തിനായി ജീവിക്കുന്നവരായി നാം മാറണം. ദൈവം തന്റെ ജനത്തെ ദുഷ്ടന്റെ ശക്തിക്കെതിരെ നിൽക്കുവാൻ തക്കവണ്ണം തന്റെ ജനത്തിനു മേൽ, അതായത് നമ്മുടെ മേൽ ദൈവകൃപയും ശക്തിയും ധാരാളമായി പകർന്നിട്ടുണ്ട്. ആദിമകാലത്ത് സുവിശേഷം പ്രസംഗിക്കുവാൻ പ്രവാചകന്മാരെ ഒരുക്കിയതുപോലെ ഇന്നും സുവിശേഷകർക്ക് ദൈവം ആത്മാവിന്റെ പ്രകാശനം പ്രത്യേക ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്. ആ പ്രത്യേക ദാനം നേടിയവർ നാം എല്ലാവരും ക്രിസ്തുവിന്റെ അനുഗാമികൾ, ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവിന്റെ വചനത്തെ പ്രമാണിക്കുന്നവർ വളരെ വിനാശകരമായിട്ടുള്ള ഈ കാലത്ത് കർത്താവിന്റെ 2ാം വരവിന്റെ മുന്നറിയിപ്പിൻ ദൂതാണ് ഈ ലോകത്തിലേക്ക് നാം നൽകേണ്ടത്. യേശുക്രിസ്തു 2ാമത് പ്രത്യക്ഷപ്പെടുമ്പോൾ കറയും കളങ്കവും ഇല്ലാത്തവരായിട്ടുള്ള ഒരു കൂട്ടം ജനം ഒരുക്കപ്പെടേണ്ടതുണ്ട്. സാത്താന്റെ വഞ്ചനകളെ തിരിച്ചറിയുന്നവരായി നാം മാറേണ്ടതുണ്ട്. സാത്താൻ ശക്തിയോടെ നമ്മെ കൂടുതൽ പീഡിപ്പിക്കപ്പെടുമെങ്കിലും നാം ദൈവത്തിനായി നിലകൊള്ളുകയാണെങ്കിൽ ദൈവം ധാരാളമായി നമ്മളെ ശക്തിപ്പെടുത്തി ദൈവ തേജസ്സുള്ളവരാക്കി മാറ്റും.
പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനാൽ നമ്മെ ദൈവം ബലപ്പെടുത്തും. ദൈവരാജ്യത്തിൽ നമുക്കും ഒരിടം സ്വന്തമാക്കുവാൻ നമ്മുടെ സുവിശേഷ വേല നമ്മളെ സഹായിക്കും. അപ്രകാരം സുവിശേഷ വേലയിലൂടെ അനേകരെ ദൈവത്തിലേക്ക് സമ്പാദിക്കുവാൻ, നക്ഷത്രങ്ങളുള്ള കിരീടധാരിയായി ദൈവരാജ്യത്തിൽ പിതാവിനെ ആരാധിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന പ്രത്യാശയോടെ നമുക്ക് ഇന്നു മുതൽ ഒരുങ്ങാം. ക്രിസ്തീയ ജീവിതം ഈ മരുഭൂമിയിൽ നമുക്ക് ജീവിച്ചു തീർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവെ, അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവെ കടന്നു വരുന്നു. ഞങ്ങൾ എല്ലാവരെയും ഏക മനസ്സായി കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. യാഗമായി അടിയങ്ങളെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ, സ്തോത്രം. ഹല്ലേലൂയ. അടിയങ്ങൾ നടത്തുന്ന വചന പഠനങ്ങൾ, പാട്ടുകളൊക്കെയും അവിടുത്തെ സൗരഭ്യവാസനയെ തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ, ഈ പ്രഭാതത്തിൽ കർത്താവെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അതിനെ ജാഗരിച്ച് കർത്താവെ, സ്തോത്രം, അതിനെ ഗ്രഹിപ്പാൻ തക്കവണ്ണം അവരുടെ മനസ്സുകളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളെയും അങ്ങനെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അവരുടെ സുഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും കഷ്ടതയിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ, സ്തോത്രം. അവരകത്തായിരിക്കുമ്പോഴും അവർ പുറത്തായിരിക്കുമ്പോഴും അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ തക്കവണ്ണം ഈ വചനങ്ങളാൽ അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും കർത്താവെ വേഗത്തിൽ അവിടുന്ന് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിനെ ഞങ്ങൾ അടിയന്തോ കർത്താവെ അതിയായി ആഗ്രഹിച്ച് കണ്ണോക്കി പാർത്തിരിക്കുന്ന അപ്പച്ചാ, സ്തോത്രം. ഹല്ലേലൂയ. അത് എത്രയും വേഗത്തിലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ, സ്തോത്രം. ലേശം പോലും താമസം വെക്കരുതേ അപ്പച്ച. ഈ ലോകത്തിൽ നിൽപ്പാൻ അടിയങ്ങൾക്ക് ശക്തിയില്ല അപ്പച്ച, സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ വരവ് വേഗത്തിലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് ആ ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. ഇന്നേ ദിവസം നല്ല തീരുമാനങ്ങളോടുകൂടി ദൈവത്തെ ആരാധിപ്പാൻ, ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ശുഭദിനം.